ലോട്ടറി ഒന്നും എടുത്തിട്ടില്ല ജീവിതത്തില്? ഇല്ല സാർ. എന്താ ഇതിനോടൊരു എതിർപ്പ് വരാൻ കാര്യം? സിആർ താത്വികമായിട്ടുള്ള എതിർപ്പാ, അത് പതിറ്റാണ്ടുകളായി. അല്ല, ഞാൻ കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ ഒരിക്കൽ പോലും എനിക്ക് ലോട്ടറി എടുത്ത് അങ്ങനെ ഒരു സക്സസ് ആകണം എന്ന് ഞാൻ കരുതിയില്ല. അതോ സക്സസ് ആയി പോയാൽ? അല്ല, അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല. നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, പ്ലസ് ലക്ക്. അപ്പൊ 1/3 ഉള്ളൂ ലക്കിന് സ്ഥാനം. അപ്പൊ എങ്കിലേ നമുക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ പ്യൂർലി ലക്കായിട്ട് വിചാരിച്ചിരുന്നാൽ ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയില്ല എന്നുള്ള ഒരു പോളിസിയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് പഠനത്തിന് നമ്മളെ വർക്ക് ഇപ്പൊ നമ്മൾ ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ പേപ്പറിൽ, ഒരു ദിവസം നമ്മുടെ ഫോട്ടോ പേപ്പറിൽ വരും. അതേസമയം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ആകും. പിന്നെ നമ്മുടെ റിലേഷൻസ് പൊട്ടും. അദ്ദേഹത്തിന് അപ്പൊ നമ്മുടെ പുള്ളിക്ക് റിലേഷൻസിന് ഒരു കുഴപ്പമില്ല. അനുപ എന്താ ഈ സഹായ ഹസ്തങ്ങൾ തേടി വന്ന ആൾക്കാരുണ്ടാവുമല്ലോ? അല്ല, മേഡം പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഹോട്ടൽ തുടങ്ങിയ 25 പേർക്ക് ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട്. കുടുംബവും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എനിക്കിത് കിട്ടിയാലാണ് അത് കൊടുക്കാൻ പറ്റിയത്. അപ്പൊ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമല്ലേ? അല്ല, ഞാൻ ആദ്യം ഈ സഹായം തേടി വരുന്നുണ്ട്, പച്ച വായ്പയൊക്കെ വാങ്ങി അവരെ നേരിടാനാണോ എഫ്ഡിയിലിട്ടത്? അല്ലല്ല, ബുദ്ധി ആരെങ്കിലും ഇതുപോലെ വല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്താണോ, അഡ്വൈസ് ചെയ്താണോ? പലവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പൈസ എടുത്ത് ആദ്യമേ കൊടുത്തിട്ടില്ല. കാരണം അത് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഇതാണ്. അപ്പൊ അത് വെച്ചിരുന്ന് ഉണ്ടാക്കി അതിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്റെ കുടുംബം പിന്നെ, കാരണം എനിക്ക് നാളെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കണം. ഇപ്പൊ എടുത്ത തീത്ത നാളെ കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ അതനുസരിച്ച് ഇട്ടിട്ടേ ചെയ്തിട്ടുള്ളൂ. അതാണ്. അപ്പൊ ഇപ്പൊ ഒരു ദിവസം ഒരു ലോട്ടറി എടുക്കാൻ തീരുമാനിച്ചാൽ ഇപ്പൊ വന്ന വഴിക്ക് ലോട്ടറി എന്താണ് അതിനകത്തുള്ള ഡേറ്റാസ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ വന്ന വഴിക്ക് ഒരെണ്ണം എടുത്തോ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോ ഒരു ചരിത്രമാവും ഈ ഫ്ലോർ ഇത് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴരുത്. ഇല്ല സാർ. ഓക്കെ, റെഡി. ഇതൊരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിലേക്ക് ഞാൻ വിടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രക്ഷപ്പെട്ട ആൾക്കാരും ഉണ്ട്, അതേപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ സാറ് വിയോജിക്കുന്നു, ഇതിനോട് യോജിപ്പുള്ള ആൾക്കാരുണ്ട്. അപ്പം രണ്ടിനും രണ്ട് വശങ്ങൾ എപ്പോഴും. താങ്കൾ യോജിക്കുന്നു വിയോജിക്കുന്നു? ഞാൻ ഒരു ന്യൂട്രലായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സക്സസ് സ്റ്റോറി ഉണ്ട്, അതേപോലെ ഡിഫീറ്റ് സ്റ്റോറി ഉണ്ട്. കാരണം ഒരുപാട് ലോട്ടറി എടുത്ത് അടിക്കാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കഥകളും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാനിവിടെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ എന്തുള്ളതാണ്. കാരണം കുറെ ആൾക്കാർ അതാണ് അടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു എൻട്രി, അല്ലെങ്കിൽ നമുക്കൊരു അനൂപ് എടുത്ത തീരുമാനം കറക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പൊ ഹാപ്പി ആയതുകൊണ്ട് ആ തീരുമാനം കറക്റ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യയില് ഏതൊരു ലോട്ടറി അല്ലെങ്കിൽ ഒരു ലക്കി ഡ്രോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാർഡ് ഗെയിമിനെല്ലാം 30% ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇൻകം ടാക്സ് ആക്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 30% അതിന്റെ ടാക്സ്. അത് തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് 31.2%, അതായത് സെസ് ഒക്കെ അടക്കം, ഇപ്പം 1,50,00,000 മുകളിലേക്ക് പോകുന്ന സർചാർജ് അടക്കം വലിയൊരു എമൗണ്ട് TDS ആയിട്ട് പിടിക്കുന്നുണ്ട്. ഇതിനെ അവെയർ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ കാര്യം.